ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോഴും ചായയൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ഓർത്തു ഇന്നെന്തായാലും സൺഡേ അല്ലേ, അപ്പൊ പുറത്തു പോയിട്ട് സെയിം എല്ലാ സൺഡേ ചെയ്യുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ച് എല്ലാവരും കൂടെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കടയിലാ പോയത്. അപ്പൊ അവിടെ നിന്ന് എന്തായാലും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങള് നേരെ പോയിക്കൊണ്ടിരിക്കുക. ആലുവ മാർക്കറ്റിൽ എത്തിയിട്ട് നമുക്ക് കാണാൻ കേട്ടോ. ആലുവ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 3 താറാവ് വാങ്ങിച്ചിട്ടുണ്ട്. എത്ര കിലോ? 5 കിലോ. 6 കിലോ കൊടുക്കാം, ക്ലീൻ ചെയ്യാൻ കൊടുക്കാം. താറാവിയല്ലോ പറയണത് വല്ല മലയാളിയെ പറഞ്ഞു ലാസ്റ്റ് കുറച്ച് വെള്ളം കൊടുക്കാൻ ചോദിക്കുന്നു. എന്തായാലും ഇവിടെ 1/2 മണിക്കൂർ പിടിക്കും ക്ലീൻ ചെയ്ത് തരാനായിട്ട്. എന്നാ നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. ചായ കുടിച്ചിട്ട് കടയിൽ ആൾക്കാർ മൈൻഡ് ചെയ്തില്ല. പൊറോട്ട നല്ല ടേസ്റ്റ്. 3 പൊറോട്ട 3 പൊറോട്ട. Oh, mass. 2000 years later. പൊറോട്ട കിട്ടിയില്ലേ? പയ്യ പൊറോട്ടയിലോ വല്ല എംപിയുടെ ശുപാർശക്ക് തൊട്ട് വാബായി നീയൊക്കെ തിരികെ തന്നതാ. താറാവ് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളിവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും ഇരുന്ന് ഉള്ളി പൊളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പണി എടുക്കുന്നവർക്ക് കുറച്ച് മാങ്ങ ചെത്തി കൊടുക്കാം. ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. തലക്കറിക്ക് ശേഷം ഇന്ന് നമ്മള് പൊളിക്കും. അതെ, തലക്കറിക്ക് താറാവ് ഇന്ന് കത്തിക്കണം. കത്തിക്ക് ഇന്ന് പൊരിച്ച. പക്ഷെ ഇന്ന് ഷെഫ് ഞാനല്ല കേട്ടോ. ഷെഫ് എന്റെ ആരാ ചേച്ചി പറയേ? ഇന്ന് ഷെഫ് സെബാൻ. അങ്ങനെ ഒരു ചെറുത് നമ്മള് ചെയ്യൂല. മുട്ട പൊരിക്കാൻ പോലും അറിയത്തില്ല. ചതിച്ചതാ. മുത്ത് നമ്മുടെ ഇത് ഒരു ആനന്ദ കണ്ണീരാ. ഇത് തിന്നാൻ പോകുന്നതിന്റെ ഒരു ആനന്ദ കണ്ണീര. അല്ലാതെ ഉള്ളി എരിയുന്നോണ്ടല്ല കേട്ടോ. വാടാ, കട്ട് 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 എടുക്കടാ, വാടാ. ഇവൻ ഇതിന്റെ കീഴിൽ കൂടെ വരുന്നു. അത് കൊള്ളാം, നല്ല പരിപാടി. ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്. പക്ഷെ ഗായ്സ്, ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ആത്മാർത്ഥതയോടെ പണിയെടുത്തോണ്ടിരിക്കുന്നത്. നമ്മളിതേ ഇവിടെ താറാവ് കറി, താറാവ് റോസ്റ്റ്. ഒഴിക്കുന്നുണ്ട് കുറച്ച് പുളിപ്പിന്. കക്കൂസി പോവല്ല, നാരങ്ങ വീഴുക.
നാരങ്ങയുടെ അളവ് നാരങ്ങയുടെ അളവ് കിട്ടിയാ ഇല്ല ചോദിച്ചു ഇല്ല സൂപ്പറാണോ? അയ്യോ കുക്കിനെ ഒന്നും ചെയ്യല്ലേ, കുക്കിനെ നമുക്ക് ഇവിടെ വേണ്ടതാ. അപ്പൊ നമ്മള് ഉപ്പ് ഒഴിക്കാറായോ? ഒഴിക്കട്ടെ. തിന്നോ ഇല്ലേ? ഫ്ലാഷ് ബാക്ക് പാടാനോ? മറ്റേ ചേച്ചിക്ക് ഇവൻ അതാ പാട്ടാ പാടി കൊടുക്കാറുള്ളത് ഐശയ്ക്ക്. കുട്ടനാടൻ പുഞ്ചമേലെ കൊച്ചു പെണ്ണെ കുയിലാളെ വേണം കുര വേണം കുരവ വേണം അരെ വാ, ഒരേ ഒരു തിള, ഒരു പൊളിത്തള വരുന്നുണ്ട്. അല്ലല്ലോ ഇതിന് ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചത്. കാല് വെച്ച ചെറിയ ചെറിയൊരു വന്നിട്ട് ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തിട്ട് പട്ടിയുടെ വരെ ഫുഡ് ഉണ്ടാക്കി കിട്ടിയതും കൂടെ മാറിയിരിക്കുന്നു. മര്യാദക്ക് താറാവറിയെങ്കിലും ഉണ്ടാക്കി തന്നു. അങ്ങോട്ടൊക്കെ എടുക്കണം. നല്ല മഴ പെയ്തു. മഴ പെയ്തപ്പോ നമ്മളെല്ലാം കൊണ്ട് അകത്തേക്ക് കയറി. കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷെ നമ്മുടെ നിതിൻ ബ്രോ പോകുക. അവന് ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഇന്ന്. അപ്പൊ അവന് കഴിക്കാൻ പറ്റൂല, പാത്രത്തിലാക്കി വെക്കണമെന്ന് അതാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ. വെക്കണോ അവന് വെക്കണോ? അവന് പിന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല. എന്റെ നോക്കി ഇനി ഇതിന് കൊടുക്കാണോ വേണ്ടതോ നിങ്ങൾ പറയണം എനിക്ക് തരണോ വേണ്ടെന്നുള്ളത്. വെളുത്തുള്ളി ഇടുന്നുണ്ട്. മതിയോ? വെളുത്തുള്ളി അത്ര മതിയോ? ഇതിന് ഇഞ്ചി തറവാണോ? വിട്ടാണല്ലോ തറവാണോ? ഒരു കഷ്ണം എന്റെ കയ്യിലാക്കണ്ട. കഴിച്ചോ.
ഇത് ഇതിനകത്തെ ഇത് പറയുന്ന മൊത്തം അവിടെ കേൾക്കില്ല. ഒന്ന് ഇളക്കാം. ഇന്ന് നമുക്ക് പൊറോട്ട എടുത്ത് കൊടുക്കണം. നമ്മുടെ രാഹുലേട്ടൻ ഇങ്ങോട്ട് എടുക്ക്. എത്തിയിരിക്കുകയാണ്. അപ്പൊ ടേസ്റ്റ് ഇന്നത്തെ അറിവാട് ഞങ്ങളെ കുറച്ച് മതി. രാഹുലേട്ടനെ കൊണ്ട് നമ്മള് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകും. ഫോക്കസ് ചെയ്തെടുക്ക്. താറാവ് റോസ്റ്റ് അവസാന ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. കുരുമുളക് താറാവ് റോസ്റ്റ്.